സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഷെഫ് നസീം. നമുക്കിന്ന് ഒരു വിഷയം ചർച്ച ചെയ്യാം. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ഷെഫിനോട് ചോദിച്ചു, ഷെഫ്, ഇവിടെ ഗ്ലൂട്ടൻ ഫ്രീ ഫുഡുണ്ടോ? എന്നാൽ ആ ഷെഫിന് അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഷെഫ് മിണ്ടാതെ നിന്നു. അപ്പോൾ ഗസ്റ്റ് വീണ്ടും ചോദിച്ചു, ഷെഫ്, നിങ്ങൾക്കറിയാമോ എന്താണ് ഗ്ലൂട്ടൻ ഫ്രീ എന്ന്? അപ്പോൾ ആ ഷെഫ് പറഞ്ഞു, എനിക്കറിയില്ല. നമുക്ക് നോക്കാം എന്താണ് ഗ്ലൂട്ടൻ ഫ്രീ. അപ്പോൾ അതിലേക്ക് പോകാം. എന്താണ് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് നോക്കാം. ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ. ഇത് ഏതെല്ലാം ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. ഗോതമ്പ്, ബാർലി, റേ എന്നീ ധാന്യങ്ങളിൽ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്ലൂട്ടൻ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. സിലിയാക് രോഗം ഉള്ളവർ, ഗ്ലൂട്ടൻ ഫ്രീ സെൻസിറ്റീവ് ഉള്ളവർ കഴിക്കാൻ പാടില്ല. ഗ്ലൂട്ടൻ ഫ്രീയുടെ മെയിനായിട്ടുള്ള ഗുണം, നമ്മൾ ഈ ധാന്യങ്ങൾ ഉപയോഗിച്ച് ഡോ അങ്ങനെ പല സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ഡോയ്ക്കൊരു നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഗ്ലേസിങ്ങും തിക്നെസ്സും കിട്ടുന്നു. ഇതാണ് മെയിനായിട്ട് ഈ പ്രോട്ടീൻ നമുക്ക് നൽകുന്ന ഒരു ഗുണം. ഇനി നമുക്ക് നോക്കാം ഗ്ലൂട്ടൻ ഫ്രീ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. റൈസ്, വെജിറ്റബിൾ, ഫ്രൂട്ട്, മീറ്റ്, കിൻവ, ഗ്ലൂട്ടൻ ഫ്രീ ഗ്രെയിൻസ്. എന്നാൽ ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ഫുഡ് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കണം. നമ്മൾ മീറ്റ് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ഫുഡ് ഫീഡ് ചെയ്യുന്ന ആനിമൽസിൻ്റെ മീറ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല. ഈ രോഗങ്ങളുള്ള ആൾക്കാർ ഇത് കഴിച്ചാൽ അവർക്ക് അവരുടെ രോഗം കൂടുതലാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് വളരെയേറെ ശ്രദ്ധിക്കണം. എന്താണ് ഗ്ലൂട്ടൻ എന്നും അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നും ഞാൻ കരുതുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.